തഹജ്ജുദ് നിസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിരുന്ന ദുആ അർത്ഥസഹിതം പറയുകയാണ്. ഈ ദുആ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ദുആ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ കാരുണ്യത്തെ ഞാൻ ചോദിക്കുന്നു. തഹ്ദീ ബിഹാ ഖൽബി. ആ കാരുണ്യം കൊണ്ട് എന്റെ ഹൃദയം സന്മാർഗത്തിലാവും. വതജ്മഉ ബിഹാ അംരി വതലുമ്മു ബിഹാ ശഅഫി. ആ കാരുണ്യം കൊണ്ട് ഭിന്നിച്ച് ചിന്നിച്ചിതറിക്കിടക്കുന്ന എന്റെ കാര്യങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. വതുസ്ലിഹു ബിഹാ ഗായിബി. ആ റഹ്മത്ത് കൊണ്ട് എന്റെ ഉള്ള് നീ നന്നാക്കും. ഈമാൻ കൊണ്ട്, അതുപോലെ തന്നെ സൽസ്വഭാവം കൊണ്ട് എന്റെ ഉള്ള് നീ നന്നാക്കും. വതർഫഉ ബിഹാ ഷാഹിദി. ആ കാരുണ്യം കൊണ്ട് എന്റെ പുറംഭാഗം നീ ഉയർത്തുകയും ചെയ്യും. നല്ല സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ കഴിയും. വതുസക്കി ബിഹാ അമലി. ആ കാരുണ്യം കൊണ്ട് നീ എന്റെ കർമ്മങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും. വതുൽഹിമുനി ബിഹാ റുഷ്ദി. നീ തൃപ്തിപ്പെടുന്നതും നിന്നിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് ആ റഹ്മത്ത് കൊണ്ട് നീ എനിക്ക് വഴി കാണിച്ചു തരും. വതറുത്തു ബിഹാ ഉൽഫത്തി. ആ കാരുണ്യം കൊണ്ട് എനിക്ക് യോജിച്ച കാര്യങ്ങളെ നീ എനിക്ക് മടക്കിത്തരും. വതഅസിമുനി ബിഹാ മിൻ കുല്ലി സൂഅ്. എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും ആ റഹ്മത്ത് കൊണ്ട് എന്നെ നീ സംരക്ഷിക്കും. അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വയഖീനൻ ലൈസ ബഅദഹു കുഫ്റുൻ. അല്ലാഹുവേ, ശേഷം കുഫ്ർ സംഭവിക്കാത്ത രൂപത്തിലുള്ള വിശ്വാസത്തെയും ഉറപ്പിനെയും എനിക്ക് നീ നൽകണേ. വറഹ്മതൻ അനാലു ബിഹാ ശറഫ കറാമതിക ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഉന്നത സ്ഥാനം നേടാൻ കാരണമാകുന്ന അനുഗ്രഹത്തെയും എനിക്ക് നീ നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫൗസ ഫിൽ ഖളാഅ് വനുസുല അശ്ശുഹദാഅ് വഅയ്ശ അസ്സുഅദാഅ് വന്നസ്റ അലൽ അഅദാഅ്. അല്ലാഹുവേ, എന്റെ കാര്യത്തിലുള്ള നിന്റെ വിധിയിൽ മയം കാണിക്കൽ കൊണ്ടുള്ള വിജയത്തെയും ശുഹദാക്കളുടെ പദവിയെയും ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ ജീവിതത്തെയും ശത്രുക്കൾക്കെതിരെയുള്ള സഹായത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി ഉൻസില ബിക ഹാജതി. അല്ലാഹുവേ, എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ ഞാൻ നിന്നോട് യാചിക്കുന്നു. വഇൻ ഖസ്സറ റഅയി വളഉഫ അമലി ഇഫ്തഖർതു ഇലാ റഹ്മതിക. നല്ലത് മനസ്സിലാക്കുന്നതിനെ തൊട്ട് എന്റെ ചിന്ത അശക്തമാണ്, എന്റെ ആരാധനകൾ ബലഹീനമാണ്. ഞാൻ നിന്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവനുമാണ്. ഫഅസ്അലുക. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. യാ ഖാദിയൽ ഉമൂർ വയാ ഷാഫിയസ് സുദൂർ. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലാഹ്, മോശ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ ചികിത്സിക്കുന്ന റബ്ബേ. കമാ തുജീറു ബൈനൽ ബുഹൂർ. പരസ്പരം കൂടിക്കലരുന്നതിൽ നിന്ന് കടലുകൾക്കിടയിൽ നീ മറയിട്ടതുപോലെ അൻതുജീറനീ മിൻ അദാബിസ് സഈർ വമിൻ ദഅവതിസ് സുബൂർ വമിൻ ഫിത്നത്തിൽ ഖുബൂർ. നരകശിക്ഷയിൽ നിന്നും നാശം എന്ന് വിളിച്ചുകൂവുന്ന നരകവാസികളുടെ അവസ്ഥയിൽ നിന്നും ഖബറിലെ ഫിത്നകളിൽ നിന്നും എന്നെ നീ കാക്കണേ. اللهم ما قصر عنه رأيي ولم تبلغه نيتي ولم تبلغه مسألتي من خير وعدته أحدا من خلقك أو خير أنت معطيه أحدا من عبادك. അല്ലാഹുവേ, എന്റെ ഗവേഷണം അശക്തമായതും എന്റെ നീയത്ത് എത്തിക്കാത്തതും എന്റെ തേട്ടം എത്തിക്കാത്തതുമായ നന്മകളും നീ നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കെങ്കിലും വാഗ്ദാനം ചെയ്ത നന്മകളും അല്ലെങ്കിൽ നിന്റെ അടിമകളിൽ ഒരാൾക്കെങ്കിലും കൊടുത്ത നന്മകൾ, ഫഇന്നി അർഗബു ഇലൈക ഫീഹി. ആ നന്മകൾ നിന്നോട് ഞാൻ തേടുന്നു. വഅസ്അലുകഹു ബിറഹ്മതിക റബ്ബൽ ആലമീൻ. അതിനും പുറമെ അറ്റമില്ലാത്ത നിന്റെ റഹ്മത്തിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു, ലോകരക്ഷിതാവായ അല്ലാഹ്. അല്ലാഹുമ്മ ദൽ ഹബ്ലിശ് ശദീദ് വൽ അംരിർ റശീദ്. ചൊവ്വായ ദീനിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നേരായ കാര്യങ്ങളുടെ ഉടമസ്ഥനായ റബ്ബേ. അസ്അലുക്കൽ അംന യൗമൽ വഈദ്. ഖിയാമത്ത് നാളിൽ ഉള്ള ഭയാനതകളിൽ നിന്ന് നിർഭയത്വത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വൽ ജന്നത യൗമൽ ഖുലൂദ്. ശാശ്വത ദിവസത്തിൽ സ്വർഗത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. മഅൽ മുഖർറബീന ശുഹൂദിർ റുക്അഇസ് സുജൂദിൽ മൂഫീന ബിൽ ഉഹൂദ്. ആരോടൊപ്പമാണ് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേണ്ടത്? റബ്ബിന്റെ തിരുദർശനത്തിന് സാക്ഷികളാകുന്ന, ധാരാളം നിസ്കരിക്കുന്ന, കരാറുകൾ പൂർത്തിയാകുന്ന അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത മഹാന്മാരോടൊപ്പം. ഇന്നക റഹീമുൻ വദൂദ്. തീർച്ചയായും നീ കാരുണ്യവാനും അടിമകളോട് സ്നേഹമുള്ളവനുമാണ്. വഇന്നക തഫ്അലു മാ തുരീദ്. നീ ഉദ്ദേശിച്ചത് നീ പ്രവർത്തിക്കുന്നവനാണ്.
അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന. അല്ലാഹുവേ, എന്നെ നീ മറ്റുള്ളവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നവരിലും ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്നവരിലും ഉൾപ്പെടുത്തണേ. ഗൈറ വലാ മുദല്ലീൻ. സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ലേ. സിൽമൻ ലി ഔലിയാഇക. നിന്റെ ഔലിയാക്കളോട് മാനസികമായി യോജിപ്പുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. വഅദുവൻ ലി അഅദാഇക. നിന്റെ ശത്രുക്കളോട് ശത്രുത പുലർത്തുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ. നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക. നിന്നോടുള്ള സ്നേഹം കാരണം നിന്നെ ഇഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വനുആദി ബിഅദാവതിക മൻ ഖാലഫക. നീ ശത്രുത വെക്കുന്ന കാരണം കൊണ്ട് നിന്നോട് എതിരായവരോട് ഞങ്ങളും ശത്രുത പുലർത്തുന്നു. അല്ലാഹുമ്മ ഹാദ ദുആ വഅലൈക്കൽ ഇജാബ. അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യപ്രദമായ ദുആ ആണ്. ഉത്തരം നൽകൽ നിന്റെ ഔദാര്യവുമാണ്. വഹാദൽ ജുഹുദു വഅലൈക തുക്ലാൻ. ഇത് ഞങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പ്രാർത്ഥനയാണ്. നിന്റെ മേലാണ് ഞങ്ങളുടെ അവലംബം. അല്ലാഹുമ്മ ജഅൽ ലീ നൂറൻ ഫീ ഖൽബി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ പ്രകാശത്തെ അഥവാ വിജ്ഞാനത്തെ നീയാക്കി തരണേ. വനൂറൻ ഫീ ഖബരി. എന്റെ ഖബറിൽ നീ പ്രകാശമാക്കണേ. വനൂറൻ മിൻ ബൈനി യദയ്യ വനൂറൻ മിൻ ഖൽഫി. എന്റെ മുന്നിലും പിന്നിലും പ്രകാശമാക്കണേ. വനൂറൻ അൻ യമീനി വനൂറൻ അൻ ശിമാലി. എന്റെ ഇടതും വലതും പ്രകാശമാക്കണേ. വനൂറൻ മിൻ ഫൗഖി വനൂറൻ മിൻ തഹ്തി. എന്റെ മുകളിലും താഴെയും പ്രകാശമാക്കണേ. വനൂറൻ ഫീ സമഈ വനൂറൻ ഫീ ബസ്വരി. എന്റെ കേൾവിയിലും കാഴ്ചയിലും നീ പ്രകാശം തരണേ. വനൂറൻ ഫീ ശഅരി വനൂറൻ ഫീ ബശരി. എന്റെ തൊലിയിലും രോമങ്ങളിലും നീ പ്രകാശം നൽകണേ. വനൂറൻ ഫീ ലഹ്മി വനൂറൻ ഫീ ദമി വനൂറൻ ഫീ ഇളാമി. എന്റെ മാംസത്തിലും രക്തത്തിലും എല്ലുകളിലും നീ പ്രകാശം ആക്കണേ. അല്ലാഹുമ്മ അഅളിം ലീ നൂറ വഅഅതിനി നൂറ വജ്അൽ ലീ നൂറ. അല്ലാഹുവേ, മേൽ പറയപ്പെട്ട പ്രകാശങ്ങളെയും അവ അല്ലാത്തവയെയും എനിക്ക് നീ നൽകണേ. ഈ അവയവങ്ങളിൽ, രക്തത്തിൽ, എല്ലുകളിലൊക്കെ പ്രകാശം ചോദിച്ചതിന്റെ അർത്ഥം ഇബ്ലീസ്, ശൈത്വാന്മാർ നമ്മുടെ എല്ലാ അവയവത്തിലൂടെയും അവൻ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഒരവയവം കൊണ്ടുപോലും അള്ളാഹുവിന് എതിര് ചെയ്യുന്നൊരവസ്ഥയുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ അവയവങ്ങളിലും പ്രകാശം തരാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. സുബ്ഹാനല്ലദീ തഅത്തഫൽ ഇസ്സ വഖാല ബിഹി. പ്രതാപം കൊണ്ട് മേൽത്തട്ടമണിയുകയും അതുകൊണ്ട് മറ്റ് അധികാരങ്ങളെ മികച്ചു നിൽക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലദീ ലബിസൽ മജ്ദ വതകറമ ബിഹി. മഹത്വം കൊണ്ട് മേൽത്തട്ടമണിയുകയും അതുകൊണ്ട് സൃഷ്ടികൾക്ക് ഔദാര്യം ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലദീ ലാ യൻബഗി തസ്ബീഹു ഇല്ലാ ലഹു. പരിശുദ്ധപ്പെടുത്തലിന് യഥാർത്ഥത്തിൽ അർഹതയുള്ള റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന ദിൽ ഫളി വന്നിഅം. ഔദാര്യവാനും അനുഗ്രഹം ചെയ്യുന്നവനുമായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന ദിൽ മജ്ദി വൽ കറം. മഹത്വവും ഔദാര്യവും ഉള്ള റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന ദിൽ ജലാലി വൽ ഇക്റാം. മഹത്വവും ഔദാര്യവും ഉള്ള റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് ദുആഇന്റെ അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.